ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുക. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആനയുടെ തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കിടത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ചു. രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ 1-2 റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോ പുള്ളിക്ക് പോണം. പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഹി ഓഫറിംഗ് മീ സം മണി. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നത്? എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചോളാം.